പക്ഷെ വളരെ ദയനീയ സ്ഥിതിയാണ്. അപ്പോൾ ഈ ഇത്തരക്കാരെ കൈകാര്യം ചെയ്യുന്നത് പോലീസിനെ മാത്രം പോരാ, നമ്മളെല്ലാവരും കൂടെ രംഗത്തിറങ്ങി ഈ പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് പോകുന്നവരെ വരച്ചവരെ നിർത്തുന്നതിന് വേണ്ടി നമ്മളുടെ എല്ലാം ജനങ്ങളുടെ ഉള്ള സ്വാധീനം കൂടെ അതിന് പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നെടുമങ്ങാട് താലൂക്കിൽ താമസിക്കുന്ന നസീറയും അമ്മയും അല്ലെ മകളും അവർ അമ്മ രോഗിയാണ്, ക്യാൻസർ പേഷ്യൻ്റാണ്. സർജറിയൊക്കെ നടത്തി വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ്. അവർക്ക് അച്ഛൻ ഇല്ല. അങ്ങനെ അവരിലുണ്ടായിരുന്ന 5 ലക്ഷം രൂപ ഒരു കക്ഷിക്ക് കൊടുത്തു. ഒരു ലോഡ്ജ് നടത്തുന്നതിന് വേണ്ടിയുള്ള കരാറിൽ കൊടുത്തു 5 ലക്ഷം രൂപ. ഇപ്പോൾ ലോഡ്ജ് നടത്താനും സമ്മതിക്കുന്നില്ല, കാശും കൊടുക്കുന്നില്ല. അവർ ഇവിടെ വന്ന് പട്ടിണി കിടക്കുകയാണ്. പോലീസിന് പരാതി കൊടുത്ത് പോലീസ് വളരെ ജാഗ്രതയോടുകൂടി അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ അയാൾ ഒളിവിലാണ്. എന്തായാലും ഇവിടുത്തെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി GR അനിൽ, കാട്ടാക്കട MLA IB സതീഷ്, CPMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബാബു തുടങ്ങിയ ആൾക്കാരെല്ലാം ഇവിടെ വന്ന് നോക്കി അവർക്ക് ഇന്നു മുതൽ അവിടെ ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഓഫീസർമാരിവിടെ വന്നിട്ടുണ്ട്. അവർ മാക്സിമം ഇത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള പ്രശ്നം നടത്തുകയാണ്. പക്ഷെ വളരെ ദയനീയ സ്ഥിതിയാണ്. അപ്പോൾ ഈ ഇത്തരക്കാരെ കൈകാര്യം ചെയ്യുന്നത് പോലീസിനെ മാത്രം പോരാ, നമ്മളെല്ലാവരും കൂടെ രംഗത്തിറങ്ങി ഈ പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് പോകുന്നവരെ വരച്ചവരെ നിർത്തുന്നതിന് വേണ്ടി നമ്മളുടെ എല്ലാം ജനങ്ങളുടെ ഉള്ള സ്വാധീനം കൂടെ അതിന് പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബിജു അബ്ബാസ് എന്ന് പറഞ്ഞ അയാളിപ്പം ഒളിവിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോലീസ് നല്ല ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവർ കൊടുത്ത 5 ലക്ഷം രൂപയ്ക്കുള്ള പരിഹാരം കാണാനുള്ള നടപടി സ്വീകരിക്കാനാണ് നീങ്ങുന്നത്. എന്തായാലും മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹം ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തേ മതിയാവൂ എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം അറിഞ്ഞ് ഞങ്ങളൊരു യോഗത്തിൽ നിന്ന് ഇവിടെ നേരിട്ട് വന്ന് കാണാൻ വേണ്ടി വന്നത്. ഇവിടെ എങ്ങോട്ട് ഇപ്പോൾ മാറ്റുന്നത്? തൽക്കാലം അവർക്ക് കറണ്ടും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അവരെ ഏതെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തു. 3 ദിവസം 56 ദിവസമായി വെള്ളമില്ല, വെളിച്ചമില്ല. 56 ദിവസമായി വെള്ളമില്ല, വെളിച്ചമില്ല. ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ല, ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല. ഇങ്ങനെ കഴിയുകയാണ്. ഇവർക്ക് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ സൈകിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം വന്ന് കാണാൻ.